ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് നമ്മൾ സീസ് ഫയറിലേക്ക് എത്തുന്നു. ഇന്ത്യ പാകിസ്ഥാൻ. ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി തന്നെയാണ്. അതായത് സീസ് ഫയറും അതിന് ശേഷമുള്ള അല്ലെങ്കിൽ അതിന് മുൻപേ ഇത് തുടങ്ങിയ സമയത്തുണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെയാണ് എനിക്ക് ചർച്ച ചെയ്യണം തോന്നിയത്. കാരണം എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് അത് തുടങ്ങിയ അന്ന് മുതൽ അത് തീർന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിനെപ്പറ്റി ഒരുപാട് അസത്യ പ്രചാരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യൻ സേന ആക്രമിക്കേണ്ട ഒരു കണ്ടീഷൻ വരുമ്പോൾ ഞാൻ മാത്രമല്ല പലരും ആലോചിച്ചിട്ടുണ്ടാവും. പാകിസ്ഥാൻ പണ്ട് നമ്മുടെ ഭാഗമായിരുന്നു, വിഭജനത്തിന് ശേഷം അത് വേറൊരു രാജ്യമായി, നമ്മൾ വേറൊരു രാജ്യമായി, അങ്ങനെ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. നമുക്ക് എപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദത്തിന് പരസ്യമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പരസ്യമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിനുള്ള തെളിവുകൾ അവരുടെ സൈനിക മേധാവി തരുന്നു. അവരുടെ പിന്നെ മേധാവികളായിട്ടുള്ള മറ്റേ ഫ്യൂണറലൊക്കെ പങ്കെടുത്ത്, ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം മരിച്ച ഭീകരരുടെ ഫ്യൂണറലൊക്കെ പങ്കെടുത്തുകൊണ്ട് പലരും വളരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഭീകരവാദികൾക്കൊപ്പമാണ് എന്നൊക്കെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ഒരു ടെററിസ്ഥാനാണ് എന്നാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒക്കെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ അതായത് മൊത്തത്തിൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് പാകിസ്ഥാൻ ആക്രമിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ സൈനിക മേധാവികളുടെയും ഇവരുടെയൊക്കെ രാഷ്ട്രീയക്കാരുടെയൊക്കെ സംസാരത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായിട്ട് ഞാൻ എപ്പോഴും ഒരു കൺസേൺ ആയിരുന്നു അവിടുത്തെ കോമൺ പീപ്പിൾ, അതായത് സിവിലിയൻസിന്റെ കാഷ്വാലിറ്റീസിനെ പറ്റി. ചെറിയ കുട്ടികളുണ്ടാവാം, ചെറുപ്പക്കാര്, പ്രായമായവര്, അങ്ങനെ പല രീതിയിലുണ്ട്. നല്ല ആൾക്കാരുണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങിയ അന്ന് മുതൽ ഈ ഒരു സമയം വരെ ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർ, പാകിസ്ഥാനികൾ സംസാരം, പുറം രാജ്യങ്ങളിലുള്ളവർ, മികച്ച പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള വിദ്യാസമ്പന്ന, അവരെ പറ്റിക്കുന്ന സംസാരിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഷാഹിദ് അഫ്രീദി, ഇതുപോലുള്ള ഫേമസ് പീപ്പിൾ ഫ്രം പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്തുടരുന്ന ഒരു രീതി വളരെയധികം എന്താ പറയാ അറപ്പുളവാക്കുന്ന നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഭീകരവാദം തളച്ചു വളരുന്നു. ഞാനൊക്കെ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ആ രാജ്യത്ത് ഈ സാധാരണക്കാർ ഇവരുടെയൊക്കെ ഇവരുടെ ഈ ചെയ്തികൾ കൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകാനായിരുന്നു. എനിക്ക് അവരോട് സഹതാപമാണല്ലോ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളാകെ പരാജയപ്പെട്ട്, നമ്മളാകെ തകർന്ന് തരിപ്പണമായി എന്നൊക്കെയാണ്. ഒന്നാമത് ഇവർ ഒരു ബേസും ഇല്ലാതെ വളരെ ബേസ്ലെസ് ആയിട്ട് അവരുടെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അമ്പാടെ വിശ്വസിച്ചുകൊണ്ട്, ഇപ്പൊ എന്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഗവൺമെന്റിനെ ഒരുപക്ഷെ വിശ്വസിക്കുമെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ ഞാനത് ഒന്നുകൂടെ പോയിട്ട് റീകൺഫേം ചെയ്ത് അതിൻ്റെ അകത്ത് വ്യക്തതയുണ്ടോ അല്ലെങ്കിൽ സത്യാവസ്ഥയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു രാജ്യത്ത് നിന്ന്, അതായത് പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ അതൊന്നും ചെയ്യുന്നത് എനിക്ക് കാണുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ നമ്മൾ തകർത്തു, പിന്നെ പാകിസ്ഥാനിൽ വലിയ വിക്ടറി പരേഡ് നടക്കുന്നു, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യ ഒരു കാരണവശാലും സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ എയർബേസസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്രമിച്ചിട്ടുള്ളൂ. അതിന് തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി തോന്നും. അല്ലാത്ത ആൾക്കാർക്കൊന്നും പാകിസ്ഥാനിൽ എന്താ സംഭവിച്ചതെന്നോ ഇന്ത്യ എന്താണ് പാകിസ്ഥാനിൽ ചെയ്തെന്നോ ഒരു കാര്യം അറിയില്ല. അതുപോലെ തന്നെ അതിനെപ്പറ്റി അറിയാൻ അവർ ശ്രമിക്കുന്നില്ല. പോരാത്തതിന് അവർ ദിവസം ദിവസം ഇന്ത്യക്ക് മനസ്സിൽ അയ്യോ അവിടുത്തെ സിവിലിയൻ കാഷ്വാലിറ്റീസ് എന്താ അറിയാം, അവർക്ക് ഒരു കാരണമല്ല, ഒരു ആവശ്യമില്ലാതെ അവർക്ക് ഇതാവുമല്ലോ, ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ച ഞാൻ മണ്ടൻ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം മൊത്തത്തിൽ ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അവിടെയുള്ള അതൊരു ഇക്കോസിസ്റ്റമാണ്. ഭീകരവാദം അവിടെയുള്ള ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് അത്രയും നന്നായിട്ട് ആ രാജ്യത്ത് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ പോലെ ഇപ്പൊ നടത്തിയ റാലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ അവർ പണ്ട് നടത്തിയിരുന്നെങ്കിൽ തീവ്രവാദം ഒക്കെ ആ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട് ആ രാജ്യം നല്ലൊരു അവസ്ഥയിലെത്തിയാണ്. ആ രാജ്യത്തിന്റെ അവസ്ഥയിൽ പ്രധാന പങ്ക് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ പറയുകയാണ് ഭീകരവാദത്തിന് ഒരു അക്ഷരം വേണ്ടുന്നില്ല. അവർ സംസാരിക്കുന്ന വെച്ചാൽ ഇന്ത്യയിലെ എയർവേസ് നമ്മൾ തകർത്തു, ഇന്ത്യൻ സൈനിക രംഗങ്ങൾ കൊന്നു, അതുപോലെ തന്നെ നമുക്കിപ്പോൾ അവരുടെ ഒരു ചിന്താഗതി വെച്ചിട്ട്, അവരുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് അവർ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ ഒരുപാട് ജനങ്ങൾ മരിക്കണമായിരുന്നു, സാധാ സിവിലിയൻസ് മരിച്ചിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷമായേനെ എന്നൊക്കെയാണ് അവരുടെ പോസ്റ്റുകളിൽ നിന്നും അവരുടെ കമന്റുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അത്രയും മോശപ്പെട്ട രീതിയിലാണ് അവർ കമന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻസ് ഒരിക്കലും ഒരു പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടായില്ല അവിടുത്തെ സിവിലിയൻസിനൊന്നും പറ്റണം എന്നുള്ളത്. ഇന്ത്യൻ ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ആൾക്കാരും നമ്മുടെ ടോട്ടൽ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടതാണ്. ഇനി ഒരു കണ്ടീഷൻ, ഞാനൊരു പോസ്റ്റിന്റെ ആൾ അത്രയും മോശമായിട്ട് എഴുതിയ സമയത്ത് അതിന്റെ താഴെ എനിക്കൊരു കമന്റ് ഇടേണ്ട ഒരു അവസരം, ഞാൻ സാധാരണ കമന്റ് ഇടാൻ പോകും, കാരണം നമ്മൾ ചെയ്തിട്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സഹോദരങ്ങളായി അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ആശങ്കാകുലരായിരുന്നു. ഇനി ഒരു ആശങ്കയില്ല. ഇനി ഒരു പ്രശ്നത്തിലേക്ക് ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഇന്ത്യ ആ രാജ്യത്തിനെ മൊത്തമായിട്ട് ആക്രമിക്കണം എന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ അവിടുത്തെ സാധാരണക്കാർ പോലും, ഒരു പക്ഷേ കുട്ടികൾ മാത്രമേ ഇപ്പോൾ അവിടെ നിഷ്കളങ്കരായ, അതായത് അറിവെത്താത്ത കുട്ടികൾ മാത്രമേ ഇപ്പോൾ അവിടെ നിഷ്കളങ്കരായിട്ടുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു രാജ്യം ഇതുപോലെ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഒരു ഇൻസിഡന്റോട് കൂടി, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റോടുകൂടി എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. പാകിസ്ഥാൻ പൂർണ്ണമായും അവിടുത്തെ സിവിലിയൻസ് ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ ഒരു സംശയം കൂടി എനിക്കിപ്പോൾ ഇതോടുകൂടി മാറിക്കിട്ടിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ മുതൽ അങ്ങ് ടോപ്പിലുള്ള ആൾക്കാർ വരെ തീവ്രവാദത്തിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ മാത്രമേ ഉള്ളൂ ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ ഒരു ഇതിൽ നിൽക്കുന്നത്. എങ്ങാനും അവരെങ്ങാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളോ അല്ലെങ്കിൽ അതിനെ ആ മേഖലയിലുള്ള ആൾക്കാരോ ഭീകരവാദികളോ അവരെ തട്ടിക്കളയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ രാജ്യത്തിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിന്റെ നമ്മളിപ്പോ ഇങ്ങനെ തൊട്ട് കളിച്ചത് കൊണ്ട് ഒന്നും നടക്കാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിനെ മോചിപ്പിക്കുക എന്നുള്ളത്, പണ്ട് കൃഷ്ണനൊക്കെ പറഞ്ഞ പോലെ ആ രാജ്യത്തിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പക്ഷേ ബാലിശമായിട്ടൊക്കെ പലർക്കും തോന്നാം, പക്ഷെ ഇതാണ് അതിന്റെ സത്യം. മനസ്സിലായില്ലേ? ഈ ഒരു ചെറിയ കുട്ടികൾ ഉണ്ടായി വന്ന് വീണ്ടും ഇതിലേക്ക് ഈ കുട്ടികളെ വീണ്ടും ഭാവി നശിപ്പിക്കുകയാണ്. അവരെ ഇങ്ങനെ ചാവേറുകളായിട്ടും അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ ചുരുക്കം ആൾക്കാരെ നല്ല ജോലികൾ നേടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി രക്ഷപ്പെടുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഇന്ത്യ ശരിക്കും ആ മിലിറ്ററി ഇങ്ങനെ മൊത്തമായിട്ട് പാകിസ്ഥാൻ, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് സിവിലിയൻ, ഇപ്പോഴും ഞാൻ പറഞ്ഞു സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറച്ച് മാക്സിമം ഈ ഒരു രീതി തന്നെ പിന്തുടർന്നുകൊണ്ട് പാകിസ്ഥാനെ മുഴുവനായി കൺട്രോൾ ആക്കുക. അവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആശയ്ക്കൊത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആശയ്ക്കൊത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ അവിടെ പ്രതിഷ്ഠിക്കുക. അത് മാത്രമേ ഇനി ഇന്ത്യക്കും എന്നല്ല ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതേ ഇനി ചെയ്യാനുള്ളൂ. അല്ലാത്ത കണ്ടീഷൻ ഇനിയും അവിടെ ഇപ്പോൾ ഇന്ത്യ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇനിയും അവിടെ ഭീകരവാദം വളരും, ഇനിയും ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാകും, വീണ്ടും ഇത് തന്നെ സംഭവിക്കും. ഇന്ത്യയിൽ കുറെ ആൾക്കാർ ഭരിക്കും, അവിടെ കുറച്ച് ആൾക്കാർ, അവിടെയും കുറെ ആൾക്കാർ ഭരിക്കും. ഇന്ത്യയിലൊക്കെ കുറച്ച് നാശനഷ്ടങ്ങളുണ്ട്, അവിടെയും നാശനഷ്ടങ്ങൾ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഒരു പക്ഷേ ഭാവിയിൽ അത് എൻ്റെ ഫാമിലി ആവാം, നിങ്ങളുടെ ഫാമിലി ആവാം ആക്രമണത്തിൽ പെടുന്നത്. പല സ്ഥലങ്ങളിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദം ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. ഉദാഹരണം ഒസാമ ബിൻ ലാദന്റെ ആക്രമണം നടന്നത് US-ലാണ്, എത്ര ആൾക്കാർ മരിച്ചു. അതുപോലെ അങ്ങനെയുള്ള പല ആക്രമണങ്ങളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ കുടുംബക്കാരും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരും ഇതിൻ്റെ അകത്ത് ഇരകളാക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ സിവിലിയൻസിനോടുള്ള സെന്റിമെന്റ്സ് ഇതോടുകൂടി പോയിരിക്കുകയാണ്. സോ ഇന്ത്യൻ ഗവൺമെന്റിന് ഈ ഒരു കാര്യത്തിൽ ഒരു ശക്തമായ തീരുമാനം, അല്ലെങ്കിൽ വളരെ ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള, അതായത് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും ആഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്തവർക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും. അതെന്റെ നിഘണ്ടുവിലില്ല എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. കാരണം ഇതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു വൈസ് അഭിപ്രായമാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കേൾക്കുന്ന ആൾക്കാർക്കും അത് തോന്നാതിരിക്കാൻ. സോ goodbye.